അരുണാചൽ പ്രദേശിൽ ജീവനൊടുക്കിയ മലയാളികളെ വിചിത്ര വിശ്വാസത്തിലേക്ക് നയിച്ചയാളെ കണ്ടെത്താൻ പോലീസ്. ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡിയുടെ ഉടമയെ തേടിയാണ് അന്വേഷണം. ആയുർവേദ ഡോക്ടർമാരായ നവീൻ തോമസ്, ഭാര്യ ദേവി, വട്ടിയൂർക്കാവ് സ്വദേശി അധ്യാപിക ആര്യ ബി നായർ എന്നിവരുടെ മൃതദേഹങ്ങൾ അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടൽ മുറിയിൽ രാവിലെയാണ് കണ്ടെത്തിയത്. ആര്യയുടെ ഇമെയിൽ ഐഡിയിൽ നിന്നാണ് ഡോൺ ബോസ്കോ എന്ന ഐഡിയിലേക്ക് നടന്ന സന്ദേശ കൈമാറ്റങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചത്. ആരാണ് ഈ ഡോൺ ബോസ്കോ എന്ന് ഗൂഗിളിനോട് പോലീസ് വിവരങ്ങൾ തേടി. അങ്ങനെയെങ്കിൽ നാലാമതൊരാളുടെ പ്രേരണ കൂടി ഈ മരണത്തിലേക്ക് നയിച്ച വിശ്വാസത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടി വരും. രക്തം വാർന്നുള്ള ദാരുണ മരണം തിരഞ്ഞെടുത്തവർ മരിക്കാനായി എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് 3750 കിലോമീറ്റർ അകലെയുള്ള അരുണാചൽ പ്രദേശിലെ സിറോ വാലി വരെ പോയി എന്നുള്ളത് എല്ലാവരെയും കുഴയ്ക്കുന്ന ചോദ്യമാണ്. ആ സ്ഥലത്തിനും സമയത്തിനും യാത്രയ്ക്കും മരണവുമായി ബന്ധമുണ്ടാകാം എന്നാണ് പോലീസ് നിഗമനം. കാരണം അരുണാചൽ പ്രദേശിലെ ഇറ്റാ നഗറിൽ ഇതിനു മുൻപ് 2 തവണ നവീനും ദേവിയും പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോയതാകട്ടെ ഇത്തവണത്തേതുപോലെ മാർച്ച് മാസത്തിൽ തന്നെയാണ്. അതിനാൽ ഇവരുടെ വിചിത്ര വിശ്വാസവും ഈ സ്ഥലവും സമയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അരുണാചൽ പോലീസിൻ്റെ സഹായം തേടും. മരിച്ചവർ ബ്ലാക്ക് മാജിക് സംഘത്തിൻ്റെ ഇണയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ദേവിയുടെ ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തിയാണ് മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞത്. അരുണാചലിൽ നിന്നുള്ള സൂചനകൾ വിരൽ ചൂണ്ടുന്നതും സാത്താൻ സേവക്കാരിലേക്കാണ്. സാത്താൻ സേവ ഗ്രൂപ്പുമായി നവീന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. 3 പേരുടെയും മൃതദേഹം കൈത്തട്ട മുറിച്ച നിലയിലാണ് അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത്. 2 യുവതികളിൽ ഒരാളുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ഇത് ആര്യയുടേതാണ്. അതായത് ആര്യ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നിരുന്നു. സാത്താൻ സേവ സംശയിക്കാൻ പോകുന്ന കാരണങ്ങൾ മരണത്തിലുണ്ടെന്ന് അരുണാചൽ പോലീസും അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അരുണാചൽ പോലീസ് തയ്യാറെടുക്കുന്നത്. ആര്യയെ കാണാതായെന്ന പരാതിയിൽ വട്ടിയൂർക്കാവ് പോലീസ് കഴിഞ്ഞ ആഴ്ച കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസും നിലവിലുണ്ട്. മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ 3 സംഘം വിശ്വസിച്ചിരുന്നതായും അത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് സംശയിക്കുന്നു. മരിച്ചവർ അവസാനമായി ഇൻ്റർനെറ്റിൽ നടത്തിയ തിരച്ചിലുകളും ആത്മഹത്യാക്കുറിപ്പും വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്. നവീനും ദേവിയും ആര്യയും ഇവരുടെ സംഘത്തിന് പുറത്ത് ആരുമായും അധികം ഇടപെടാത്ത പ്രകൃതമായിരുന്നു. എന്നാൽ ചില അജ്ഞാത ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട്. പുനർജനി എന്നൊരു ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. മരിച്ചവരുടെ ഫോൺ പരിശോധനയിൽ ഇത് തെളിയുമെന്നാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. നവീനും ദേവിയും 1.5 വർഷം മുൻപും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആയുർവേദ ഡോക്ടർമാരായിരുന്ന ഇരുവരും ജോലി ഉപേക്ഷിച്ച് ഒതുങ്ങിക്കൂടിയത് അന്ധവിശ്വാസങ്ങൾ കാരണമാണെന്ന് പോലീസ് സംശയിക്കുന്നു. 8 കൊല്ലമായി ദേവിയും ആര്യയും സുഹൃത്തുക്കളാണ്. സ്കൂളിലെ അധ്യാപകരെന്ന നിലയിലാണ് പരിചയം തുടങ്ങിയത്. 2 പേരും അന്ന് വട്ടിയൂർക്കാവ് പ്രദേശത്താണ് താമസം. അതുകൊണ്ട് തന്നെ യാത്രകളും മറ്റും ഒരുമിച്ചായി. ഈ സൗഹൃദം പുതിയ തലത്തിലേക്ക് കടന്നു. നവീൻ്റെ സാത്താൻ സേവയെ ഭാര്യ ദേവിയും പിന്തുണച്ചിരുന്നു എന്നാണ് ആര്യയുടെ ബന്ധുക്കൾ ഉയർത്തുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ആര്യയെ ഇവർ ദൂരദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതും മരണത്തിൽ സാത്താൻ സേവയുടെ സ്വാധീനവും അന്വേഷണ പരിധിയിൽ വരാം. ആര്യയെ മകളെന്ന് പരിചയപ്പെടുത്തിയാണ് ഹോട്ടലിൽ ദമ്പതികൾ മുറിയെടുത്തത്. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ആര്യയെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണെന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. ആര്യയെ എന്തെങ്കിലും പറഞ്ഞു വിശ്വസിപ്പിച്ചോ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുപോയതാകാമെന്ന സംശയമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരണമെന്നും ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ആര്യയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ സാധ്യതയില്ല. അങ്ങനെയുണ്ടായാൽ പ്രതികരിക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട്. രാവിലെ സ്കൂളിൽ ജോലിക്കായി പോയ ആര്യ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അവധിക്ക് അപേക്ഷ നൽകിയതായി മനസ്സിലായി. പിന്നീടാണ് അച്ഛൻ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്ന് പോലീസ് പറയുന്നു.